അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിൽ സ്ഥിരീകരിച്ചത് മരണപ്പെട്ടവരിന്ന് 31 പേരുണ്ട്. 61,209 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 4,724 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. രോഗബാധ സ്ഥിരീകരിച്ചവരില് 44 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ഉറവിടം അറിയാത്ത 527 പേരുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 60,476 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 5,590 പേർ രോഗമുക്തരായിട്ടുണ്ട്. ബുറേവി ചുഴലിക്കാറ്റ് കഴിഞ്ഞ 24 മണിക്കൂറിൽ 60,476 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 5,590 പേർ രോഗമുക്തരായിട്ടുണ്ട്. ബുറേവി ചുഴലിക്കാറ്റ് ശ്രീലങ്കയെ മറികടന്ന് പാമ്പന് സമീപം മാന്നാർ കടലിടുക്കിൽ എത്തിയിരിക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ ബുള്ളറ്റിൻ പ്രകാരം ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയോ നാളെ പുലർച്ചെയോടെയോ ചുഴലിക്കാറ്റ് തെക്കൻ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തീരം വഴി കരയിൽ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ തീരത്ത് പ്രവേശിക്കുമ്പോൾ ചുഴലിക്കാറ്റിന് അകത്തെ കാറ്റിൻ്റെ പരമാവധി വേഗത മണിക്കൂറിൽ ഏകദേശം 70 മുതൽ 80 കിലോമീറ്റർ ആയിരിക്കും. കരയിലൂടെ സഞ്ചരിക്കുന്നതോടെ ചുഴലിക്കാറ്റ് ശക്തി കുറയുകയും അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി കേരളത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് കേരളത്തിലൂടെ അറബിക്കടലിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് പ്രവചനം. കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്ന സഞ്ചാരപഥത്തിലൂടെ തന്നെ ചുഴലിക്കാറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രം കൊല്ലം, തിരുവനന്തപുരം അതിർത്തി പ്രദേശങ്ങളിലൂടെയായിരിക്കും കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. നാളെ പകൽ കേരളത്തിലൂടെ സഞ്ചരിച്ച് അറബിക്കടലിലേക്ക് എത്താനാണ് സാധ്യത. കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു വരും. നിലവിലെ പ്രവചനമനുസരിച്ച് കേരളത്തിലെത്തുമ്പോൾ പരമാവധി വേഗത മണിക്കൂറിൽ 60 കിലോമീറ്ററിലും താഴെയായിരിക്കും. ചുഴലിക്കാറ്റ് കേന്ദ്രം കടന്നു പോകുന്നതിൻ്റെ വടക്കു ഭാഗങ്ങളിൽ കൂടുതൽ മഴയുണ്ടാകുന്നതാണ്. ഇതാണ് ബുറേവിയുടെ ഇതുവരെയുള്ള സ്വഭാവം. അതുകൊണ്ട് തന്നെ സഞ്ചാരപഥത്തിന് പുറമെ കൊല്ലം ജില്ലയുടെ വടക്കൻ മേഖലയിലും പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട,
ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം. അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും മലയോര മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുമുള്ള സാധ്യത നിലവിലുണ്ട്. വലിയ പ്രളയ സാഹചര്യം നിലവിൽ പ്രതീക്ഷിക്കുന്നില്ല. ശക്തമായ കാറ്റിൽ മേൽക്കൂര ശക്തമല്ലാത്ത വീടുകൾക്കും കെട്ടിടങ്ങൾക്കും അപകടങ്ങൾ സംഭവിക്കാം. മരം, പോസ്റ്റുകൾ, വൈദ്യുതകമ്പികൾ, ബോർഡുകൾ തുടങ്ങിയവയെല്ലാം പൊട്ടി വീണുള്ള അപകടങ്ങൾ പ്രതീക്ഷിക്കാം. ചുഴലിക്കാറ്റ് കേരളം കടന്നു പോകുന്നതുവരെ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2020 നവംബർ 28 തന്നെ ചുഴലിക്കാറ്റ് രൂപീകരണ സാധ്യത മനസ്സിലാക്കിയിരുന്നു. അത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ആവശ്യമായ തയ്യാറെടുപ്പിനുള്ള നിർദ്ദേശങ്ങളും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നൽകിയിരുന്നു. നവംബർ 30 അർദ്ധരാത്രിയോടുകൂടി മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. കടലിൽ പോയവരെ തിരിച്ചെത്തിക്കാൻ വേണ്ട നടപടികൾ ഫിഷറീസ് വകുപ്പ്, കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെൻറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തി. മത്സ്യബന്ധന ഗ്രാമങ്ങളിലും ഹാർബറുകളിലും അനൗൺസ്മെൻ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വഴി തീരദേശ ജനതയിലേക്ക് മുന്നറിയിപ്പും എത്തിച്ചു. മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച 7 ജില്ലകളിലും കലക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും അവലോകന യോഗം ചേർന്നു.